ഞാൻ ദൈവത്തെ കണ്ടു. എന്റെ കൈ പിടിച്ചൊറ്റ പറക്കില് പഞ്ചായത്ത് കിണറിന്റെ അടുത്ത് യക്ഷനെ കണ്ടത്രേ. നാടകം കൂവളം. ഒന്ന് വഴങ്ങി കിട്ടിയ നമ്മടെ കാക്കരശി വയറിലാവും. ഏറ്റവും വെറൈറ്റി ഐറ്റം ഇമ്മടാവൂലേ? വെറൈറ്റി ആക്കണം. അതെ അതെ ആക്കും, വെറൈറ്റി ആക്കും. വായനശാലയുടെ വാർഷികാഘോഷം നമ്മൾ പൊരിക്കും. എന്റെ കുമാരേട്ടന്റെ ഒപ്പം എത്ര എത്ര കാക്കരശി ചവിട്ടിയതാ. അമ്പലപ്പറമ്പുകളിൽ നിന്ന് അമ്പലപ്പറമ്പുകളിലേക്ക് പറന്ന് നടക്കാറുണ്ട്. എത്ര എത്ര ദേശങ്ങൾ, എത്ര എത്ര ജനങ്ങൾ. ഇളവള്ളിക്കുമാറിന്റെ കാക്കരശി കാണാൻ ആളുകൾ നിറഞ്ഞൊഴുകായിരുന്നു. ഇപ്പം ആർക്ക് വേണം കാക്കരശി? പെട്ടിയിലെ നെല്ലും പണവും മരിയൊക്കെ നിറഞ്ഞ കവിയുമായിരുന്നു. കാക്കരശിയൊക്കെ തിരിച്ചു വരൂന്ന്. ഈ മനുഷ്യരുടെ മുഖത്തോടും മുഖത്തൂക്കി കളിക്കുന്നതിന്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും വേറെ എവിടെയും കിട്ടൂല. കാക്കാരെ തന്തദേശം, ഓ കാക്കാരെ തന്തദേശം, അടിയൻ ചൊല്ലട്ടെ മാലോകരേ. നെടുമങ്ങാടധികാരത്തിൽ കാരക്കുടി മുറിയിൽ 5 വയസ്സുള്ളപ്പോ ഒരു പെരുമഴയില
കുമാരട്ടൻ പുഴയിൽ ചത്തുമറിഞ്ഞത്. തിരിപ്പോന്ന് എന്റെ കുഞ്ഞിനൊക്കത്തെടുത്ത് വെച്ച് ജീവിക്കണ്ടെന്ന് വെച്ചതാ. പക്ഷേ പത്മിനിക്കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോ ചാകാനും തോന്നിയില്ല. പിന്നൊരു ധൈര്യം അങ്ങോട്ട് കയറി ജീവിക്കാന്. വല്ലവന്റെ അടുക്കളയിലെ പാത്രം മുറി മുറ്റുമടിച്ചും ഞാനെന്നെ മോളെ വളർത്തി. അതിനെന്താ നാരനടുത്തി? പത്മിനി വളർന്ന സുന്ദരി കുട്ടിയായില്ലേ? അത്യാവശ്യത്തിന് പഠിപ്പുണ്ട്. ഇനി എന്റെ കണ്ണടയും മുന്നേ അതിന് ആണൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അതേ ഉള്ളൂ വലിയൊരാഗ്രഹം. അത്യാവശ്യം പൊന്നും മണക്ക് ഉണ്ടാക്കിയില്ലേ? കുറി പിടിച്ചും ചിട്ടി പിടിച്ചും. ഓ അത്ര വലുതൊന്നുമില്ല. കുമാരന്റെ ഓഹരി കിട്ടിയ 5 സെന്റ് വിൽക്കണം. ആ കൂവളം വരെ നിൽക്കുന്ന സ്ഥലമല്ലേ? വലിയ വില കിട്ടും. റോഡ് പണിയൊക്കെ വരല്ലേ? ജനങ്ങളെല്ലാം മാനിച്ചയച്ചിടണേ. ഓ ജനങ്ങളെല്ലാം എന്നെ മാനിച്ചയച്ചിടണേ. ആയവർ തന്നെ ഇന്ന് കാക്കരു വേഷമായി കാലക്കരുണി 2 കാക്കച്ചന്മാരുമുണ്ട്. നല്ല കളി കളിക്കും കൈ നോക്കി വലം പറയും ആയവരെ കുട്ടിക്കൊണ്ട് തോന്നുന്നുണ്ട് ഞാൻ. എന്റെ അമ്മേ, ആ വട്ടത്ത് രഘുവിനെ കൊണ്ട് ഒരു സൗകര്യവും ഇല്ല. ഇത് ഇവിടെ വട്ടത്തെ കൗത്തിലാണ് മോനാ. ആദ്യം റേഷൻ കടയിൽ പോയ അവിടെ, പച്ചക്കറി പീടിയിൽ പോയ അവിടെ, പാടത്തും പാലത്തും ഒക്കെ പുറകെ വന്ന് ശല്യം ചെയ്യാനേ. ദേ, ഇന്നിപ്പം പാടത്തുനിന്ന് കുറച്ചൊരു താമരപ്പൂവും കൊണ്ട് മര്യാദക്ക് നടക്കാനേ വേണ്ടില്ല. പണിയില്ല, കള്ളുകൂടി, ബീഡിവലി, സഭ കൂടലും, വീട്ടിൽ സ്വത്തും കണ്ടെന്താ കാര്യം? ആരുടെ പുറകെ വേണമെങ്കിലും നടന്നോട്ടെ, പക്ഷേ നാരണയുടെ പുറകെ വേണ്ട. കാശും പുത്തനും തറവാട് മൈമനും നാരണയ്ക്ക് പ്രശ്നമല്ല. നമ്മുടെ വട്ടത്തിലെ രഘു വട്ടത്തിൽ കൗസല്യയുടെ മോൻ. നിന്റെ അമ്മയുടെ തറവാടിന്റെ ജന്മിത്ത സ്വഭാവം നിന്റെ കുടുംബത്തിന് നേരെടുത്ത അറിഞ്ഞുകളയും തെണ്ടി. നിന്റെ മോളുടെ പുറകെ നടന്ന കാക്കർച്ചി ചവിട്ടിപ്പടുത്ത കാലുകൊണ്ട് നിന്റെ കളിക്കാൻ. പണിയും തുണിയില്ല, ഏത് നേരം പെണ്ണുങ്ങളെ മണപ്പിച്ചെടുക്കുന്ന നായ. മൊയ്തീനുള്ളതാണെങ്കിൽ പത്മിനി വട്ടത്തെ രഘുവിനുള്ളതാ. പകിട 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 12.
ആ കുട്ടി വന്നുവല്ലോ, നന്നായി നോക്കോളൂ. വീട്ടിൽ ചെന്നിട്ട് ഉടപ്പുറത്തോട് കണ്ടില്ലാന്ന് പരാതിപ്പെട്ടേക്കരുത്. ആ അപ്പൊ നമ്മളെന്താ പറഞ്ഞേ? മോള് ആ മോള് അവളെ ഇവൻ നോക്കിക്കോളും. ശ്രീപത്മനാഭന്റെ ചക്രം മാസാമാസം ഞങ്ങളെ ക്ലർക്കാവൻ. പത്മിനി, എനിക്കധികം സ്വപ്നങ്ങളൊന്നും, പക്ഷേ മറ്റുള്ളവരെ കൊണ്ടൊന്നും പറയിപ്പിക്കാത്ത ജീവിതം. എനിക്കും അതാ ഇഷ്ടം. കല്യാണം ഗംഭീരമായി. നമ്മളെന്താ പറഞ്ഞേ? കല്യാണം ഗംഭീരമായിരിക്കണം. ഞങ്ങളൊരു 200 പേരാണ്. ചക്കൻ സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, പരിപാടി എടുത്ത് ക്ഷേമമായിരിക്കണം. ഗംഭീരമായിരിക്കും. ഒന്ന് മുറുക്കിയേക്കാം. എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ജീവനാ. അവരെ പൊന്നുപോലെ നോക്കണം, അതാണ് എൻ്റെ ഒരു സ്വപ്നം. എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഒരു 20 പവനും 75,000 രൂപയും കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് കിട്ടണം. തന്നിരിക്കും വാക്ക്. പത്മം, പത്മം, മാനിഷാദ, അരുത് പൊന്നേ. എന്താ അത്? എന്താ സുസന്നേത്? ഒന്നുമില്ല, നാളെ ഒരു തവള പാത്രം തട്ടിയിട്ടതാ. പോളവളെ, ഇവിടെ തവളകളെ കൊണ്ട് ഭയങ്കര ശല്യ. ആണോ? എന്നാ ശരി, ഞങ്ങളവിടെ ഇറങ്ങുക. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആയിക്കോട്ടെ. എനിക്ക് പേടിയായിട്ട് പാടില്ല. 2 ദിവസമായി കിടന്ന് ഉറങ്ങിയിട്ട്. പേടിക്കണ്ട അമ്മേ, എല്ലാം ശരിയാവും. എന്റെ ക്രാവിന്റെ മുഖത്ത് നോക്കുമ്പോ ദണ്ണം കേറി വന്ന് ഇങ്ങോട്ട് നിക്ക. അതൊന്നും സാറിന് നാരനടുത്തി യോഹന്നാന്ന പേര്. കിഴക്കൂ അല്ല, നാരനടുത്തേ വരുമോന്നോർത്ത് മേടിച്ചിരിക്കുവായിരുന്നു. ഓ, അതായിരുന്നു. യോഹു വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അതാണ് ഈ യോഹു. ഗൾഫിലെ എന്റെ അർബാബും അങ്ങനെ തന്നെയായിരുന്നു. ബൈ ദ ബൈ, എന്താ കുട്ടിയുടെ പേര്? പത്മിനി. പത്മിനി, ഈ പണമെന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്ര പണം എന്റെ കയ്യിലുണ്ട്. സൂസന്ന. ആ ശരി ശരി, ഈ പ്രോപ്പർട്ടി അവിടെയാ. എനിക്ക് തീരെ സമയമില്ല. ഇത് തന്നെയാ പ്രോപ്പർട്ടി. ഓ, ഒരു ദുഃഖിതനായ പണക്കാരനാണ് ഞാൻ. പണക്കാർക്കും ദുഃഖമുണ്ട് കുട്ടി. ഇട്ടുമൂടാനുള്ള പണമുള്ളത് തന്നെയാ എന്റെ ഏറ്റവും വലിയ ദുഃഖം. വന്നോ? ഈ മരം മുറിക്കണം. അയ്യോ, അത് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വാങ്ങിച്ച ശേഷം മുറിച്ചോളാം. ഈ മരം മുറി എന്ന് പറയുന്നത് ഞങ്ങൾ പണക്കാർക്കൊക്കെ ഒരു ഹോബിയാ. ഒരു ചാനലൂടെ തുടങ്ങണം, കൂവളം. കുമാരേട്ടന്റെ അച്ഛന്റെ കാലത്തുള്ള മര ഓഹരി കിട്ടിയപ്പോ വെട്ടാൻ പറഞ്ഞതാ, സമ്മതിച്ചില്ല. അതൊന്ന് സാറിന് നാരനടുത്തി ആദായം മുറിച്ചോളൂവേ. ഓക്കെ ഓക്കെ, ഈ ആധാരവും പേപ്പേഴ്സും ഒക്കെ ആധാരം എഴുത്താശാനെ ഏൽപ്പിച്ചോളൂ. അടുത്തതിന്റെ പിന്നത്തെ, അതായത് തിങ്കളാഴ്ച തീറ. നന്ദിയുണ്ട് സാർ. അത് ഒന്നുകൂടെ പറയോ കുട്ടി? നന്ദിയുണ്ട് സാർ. അത് ഈ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞേ. നന്ദിയുണ്ട് സാറേ. എന്താ സുഖം? നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഓ, എന്നാത്തിനാ? ഇതൊക്കെ ഞങ്ങൾ പണക്കാർക്ക് ഒരു സന്തോഷം.
ഇതാ ടോക്കൺ. അപ്പൊ എങ്ങനാ കല്യാണമൊരുക്കങ്ങളൊക്കെ താങ്കൾക്ക് തുടങ്ങില്ലേ? കല്യാണൊക്കെ ഉഷാറാവും. ഈ ചിങ്ങം 18-ന് എന്റെ മോളുടെ കല്യാണം കേട്ടോ. എല്ലാരും വരണേ. 11:30-ക്ക് 12:30-ക്ക് ഇടയ്ക്ക് മുഹൂർത്തം. എനിക്ക് മോളും മോക്ക് ഞാനും മാത്രമേ ഉള്ളൂ. എല്ലാരും താനെ കൂടി വന്നോട്ടോ. അപ്പോ ചിങ്ങം 18 ആരും മറക്കല്ലേ? പുണ്യകർമ്മത്തിന്റെ ഫലം അല്ലാതെന്താ പറയാ. കാക്കശിക്കുമാരന്റെ പറമ്പില് ഒരു വലിയ പൂളത്തിന്റെ മരമില്ലേ? അതിൽ ശിവൻ, സാക്ഷാൽ പരമശിവൻ. ഒരു മാത്രം കണ്ടതേയുള്ളൂ മനസ്സിലെന്താ ഒരു സമാധാനം. ഭഗവാൻ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. വെറുതെ ഞഞ്ഞാ പറഞ്ഞിട്ട് കാര്യമില്ല. കാണാനാവില്ല. ശിവനെ മനസ്സിൽ ധ്യാനിക്കണം, എന്നാലേ കാണാനാവൂ. വേരുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നാഗം, ശൂലം, തലമുടിയിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഗംഗ. ഹോ, എന്റെ തൃക്കണ്ണേശ്വര! ശിവകോപം താണ്ഡവമാടുന്നു നാട്ടിലേക്ക്. ശിവൻ അസ്വസ്ഥനായ സ്ഥലമാണ് കൂവളം. അവിടെ ശുദ്ധികലശം നടത്തി അമ്പലം പണിയണം. ഇല്ലെങ്കിൽ നാട് മുടിയും. അമ്മേ, എവിടെ പാമ്പ്? ഞാനൊന്നും കാണുന്നില്ലല്ലോ. അറിഞ്ഞോ? പാടത്ത് വെച്ച് തെക്കേ പറമ്പിൽ ഗോവിന്ദനെ പാമ്പ് കടിച്ചു. ഞാനാണപ്പാ കടിച്ചത്. വരമ്പത്ത് ഒരു മീന് നോക്കി കിടന്നപ്പോ ചവിട്ടിയപ്പോ ദേഷ്യം വന്നപ്പോ കടിച്ചതാ. എന്നാ സർപ്പാക്കിയോ? എടാ ഉവ്വേ, ഒന്ന് ഉറങ്ങിയാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എനിക്ക് ആ സ്ഥലം വേണ്ടാട്ടോ. അയ്യോ, അങ്ങനെ പറയല്ലേ സാർ. എന്റെ മോളുടെ ജീവിതമാണ്. അതിനിപ്പോ എന്ത് പറ്റി സാർ? എന്താ സംഭവിച്ചേ? ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? ശിവനാ ശിവനാ നിന്ന് താണ്ഡവാടണേ. ആ മണ്ണി തൊട്ട തൊടുന്നവൻ ഭസ്മായി തീരും. എനിക്ക് വയ്യ എന്റെ കർത്താവേ. ആ സ്ഥലം ദൈവം നിങ്ങളടുത്ത് നിന്ന് എടുത്തു എന്നങ്ങ് വിചാരിച്ചോ?
എന്നെ സമ്മതിക്കണം, എന്റെ ഒരു ബുദ്ധി. കൂളമരമേ, മരിക്കും വരെ നിന്നെ ഞാൻ മറക്കില്ലടാ. പത്മിനെ ആരും കൊണ്ടുപോകില്ല. ഈ രഘുവീതന കിട്ടും, ഈ രഘുവളെ കെട്ടും. പ്രണയമേ പത്മിനി. എന്റെ ജീവിതം നശിപ്പിച്ച കൂവളം എന്റെ മോളുടെ കണ്ണീരിന്മേൽ ഒരു ദൈവവും കോപിക്കില്ല. വിശ്വാസം നല്ലതാ, പക്ഷേ അന്ധവിശ്വാസം അത് ഒരുപാട് പേരുടെ ജീവിതം തകർക്കും. ആരുടെയൊക്കെയോ കുരുട്ട് ബുദ്ധിയിൽ ഈ നാട് കുടുങ്ങിപ്പോയതാണ്. ഞാൻ കണ്ട സ്വപ്നങ്ങൾ, എന്റെ അമ്മയുടെ ആയുസിന്റെ പ്രതീക്ഷകൾ എല്ലാം നശിപ്പിച്ചില്ലേ? മനുഷ്യന്റെ മനസ്സിനെ പിന്നോട്ട് നയിക്കുന്ന എല്ലാത്തിനെയും അറുത്തു മാറ്റണം. എനിക്ക് വേണ്ടത് പണമല്ല, ഒരു പങ്കാളിയാണ്. ഏത് അപകടത്തിലും ഏത് പ്രതിസന്ധിയിലും മനുഷ്യൻ ഒറ്റപ്പെടുമ്പോൾ സ്നേഹത്തിന്റെ കൈവിരൽ തുമ്പായി വരാൻ ഇനിയും നല്ല ആൺകുട്ടികൾ ഉണ്ടാകും. മനുഷ്യ മനസ്സിനെ പിന്നോട്ട് നയിക്കുന്നതെന്നും ആർക്കും മാറ്റപ്പെടണം. മനുഷ്യ